ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് മലയാളികളെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഹാൻഡ വൈറസ് ബാധ. കോവിഡ് പോലെ നമ്മുടെ നാട്ടിൽ ഇത് പടർന്നു പിടിക്കുമോ? പലപ്പോഴും ഇത് കോവിഡ് വന്നതുപോലെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലൂടെ വായുവിലൂടെ ഈ അസുഖം പടരുമെന്നെല്ലാം വാർത്തയിൽ പറയുന്നുണ്ട്. എന്താണ് ഈ ഹാൻഡ വൈറസ്? ഇപ്പോൾ ഇത് എവിടെയാണ് പടരുന്നത്? എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇതിൻ്റെ ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ എന്തെല്ലാം? നമ്മളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ടോ? ചികിത്സ എന്താണ്? വിശദീകരിക്കാം. ഏകദേശം 3 ആഴ്ച മുമ്പ് അർജൻറ്റീനയിൽ നിന്നും സ്പെയിനിലെ കാനറി ദ്വീപുകളിലേക്ക് പുറപ്പെട്ട ഒരു ക്രൂയിസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആഡംബരമായിട്ടുള്ള കപ്പലാണ്. ഒരുപാട് പേര്, ഏകദേശം 200-നടുത്ത് ആൾക്കാർ അതിനകത്തുണ്ട്. ഈ യാത്ര അന്റാർട്ടിക്ക വഴി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ യാത്ര തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന ഒരു ദമ്പതികൾ, ആദ്യം പുരുഷന് ചെറിയ ഒരു പനി, കടുത്ത ശ്വാസം മുട്ടൽ, ശ്വാസകോശ വേദന, കഫക്കെട്ട്, ഇങ്ങനെയായിട്ട് ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. സാധാരണ ഒരു പനിയും ജലദോഷമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ യൂഷ്വലി ട്രീറ്റ് ചെയ്യും. ഇങ്ങനെ ട്രീറ്റ് ചെയ്യുകയും അയാൾക്ക് പെട്ടെന്നൊരു ന്യൂമോണിയ ബാധയിലേക്ക് പോവുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, വയസ്സായ 2 പേരായിരുന്നു, ഭാര്യയ്ക്കും സഡനായിട്ട് ഈ രോഗം ബാധിക്കുകയും 2 പേരും മരണപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവം, ഇത് സാധാരണ വരുന്ന ഒരു ജലദോഷപ്പനി അല്ല എന്ന് ആ ഷിപ്പിലുണ്ടായിരുന്ന ഡോക്ടേഴ്സും മറ്റും തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഒരാൾക്ക് കൂടി ഈ രോഗാവസ്ഥ വരികയും അയാൾക്കും പെട്ടെന്ന് ഗുരുതരമാകുകയും ചെയ്തു. തുടർന്ന് ഈ രോഗബാധയുള്ളവരെ ഈ ജോഹന്നാസ്ബർഗിലെ ഹോസ്പിറ്റലിൽ കൂടുതലായിട്ട് നടത്തിയിട്ടുള്ള പഠനത്തിലാണ് ഇത് ഹാൻഡ വൈറസ് ആണ് എന്ന് തിരിച്ചറിയുകയുണ്ടായി. തുടർന്ന് 8ഓളം പേർക്ക് രോഗലക്ഷണം കാണുകയും അവരിപ്പോൾ ചികിത്സയിലുമാണ്. മരണപ്പെട്ടവർ ആകെപ്പാടെ 3 പേരാണ്. ഈ രോഗാവസ്ഥയുടെ ഈ വാർത്തകൾ ലോകമെമ്പാടും ഏറെ ഭയചകിതരാണ്. കാരണം ഈ ഷിപ്പ് യാത്ര ചെയ്യുന്ന സമയത്ത് കാനറി ഐലൻഡിലേക്കുള്ള യാത്രയിൽ ഇതിനകത്തുള്ളവരെ അവിടെ തൊട്ടടുത്തുള്ള ഒരു തീരങ്ങളിലും ഇറങ്ങാൻ സമ്മതിക്കാതെ ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇത് എവിടെ നിന്നാണ് ഈ തുടങ്ങിയത്? അതായത് നോർത്ത് അമേരിക്കയിൽ നിന്നാണോ ഇത് തുടങ്ങിയത്? എവിടെ നിന്നാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഐഡിയ ഇല്ല. എന്താണ് ഈ വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം. സാധാരണ എലികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരിനം വൈറസാണ് ഹാൻഡ വൈറസ്. എലികളുടെ ശരീരത്തിലാണ് ഇവ ജീവിക്കുന്നതെങ്കിലും എലികൾക്ക് ഇത് വലിയ രോഗലക്ഷണങ്ങൾ കാണിക്കാറില്ല. ഈ ഹാൻഡ വൈറസിൻ്റെ ഒരു പ്രത്യേക ഒരു ജനിതക വേരിയൻ്റ് ആൻറ്റി വൈറസ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം അമേരിക്കയിലുണ്ട്. അവയാണ് സാധാരണ അവിടെ ഇത്തിരി താരതമ്യേന ഗുരുതരമായിട്ട് മാറുന്നതും അവിടെ മനുഷ്യരിൽ ഈ രോഗം വന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരാനുള്ള സാധ്യതയുമുള്ളത്. അതല്ലാതെ സാധാരണഗതിയിൽ ഈ ഹാൻഡ വൈറസ് സാധാരണ ഈ എലികൾ എലികളിൽ നിന്നും മനുഷ്യന് വരാനുള്ള സാധ്യതയുണ്ട് എന്നല്ലാതെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പോകാറില്ല. എലികളുടെ ശരീരത്തിൽ അതൊരു സിംബയോസ്, അതായത് എലികളുടെ ശരീരത്തിനകത്ത് ഇവ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഇവ പുറത്തേക്ക് മനുഷ്യനെ എലി കടിക്കുമ്പോൾ മനുഷ്യനിൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ ഇത് പടരാനുള്ള സാധ്യത കുറവാണ്. ഈ പറഞ്ഞ ആൻറ്റീസ് വെറൈറ്റി മാത്രമേ അങ്ങനെ വരാനുള്ള സാധ്യതയുള്ളൂ. കൂടുതലും ഈ വൈറസ് പടരുന്നത് എലിയുടെ സ്രവത്തിൽ, വായിൽ നിന്നും വരുന്ന ഉമിനീരിലൂടെ, അതായത് എലി കടിച്ച് ഉപേക്ഷിച്ചിട്ടുള്ള വസ്തുക്കളോ എലി കയറി ഇറങ്ങി പോകുന്ന ഭാഗത്ത് ഇതിൻ്റെ കാഷ്ടം, മൂത്രം എന്നിവ വീണ് കിടന്നിരുന്നാലും എല്ലാം അതിനകത്ത് ഈ വൈറസിൻ്റെ സാധ്യത ഉണ്ടാവാം. വൈറസ് സാധാരണ എലിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു കഴിഞ്ഞാൽ നോർമൽ അന്തരീക്ഷത്തിൽ, നോർമൽ ടെമ്പറേച്ചറിൽ ഏകദേശം 15 ദിവസം വരെ ജീവിക്കാനുള്ള ശേഷിയുണ്ട്. അതാണ് ഈ വൈറസ് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യതയും വരുന്നത്. എന്നാൽ ടെമ്പറേച്ചർ തണുക്കുമ്പോൾ, ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ, യൂറോപ്പിലൊക്കെ 4 മുതൽ 20 ഡിഗ്രിക്കകത്താണ് ടെമ്പറേച്ചർ. ആ ഒരു ടെമ്പറേച്ചറിൽ ഈ വൈറസിന് ഏകദേശം 18 മുതൽ 20 ദിവസം വരെ ജീവിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പടരാനുള്ള സാധ്യതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതായത് എലി അവിടെ ഇല്ലെങ്കിൽ പോലും എലിയുടെ കാഷ്ടവും മൂത്രവും എല്ലാം തന്നെ അവിടെ കിടന്നിരുന്നാലോ എലിയുടെ ഉമിനീരിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നാലോ സംഭവിക്കാം. സാധാരണ ഈ കാഷ്ടമൊക്കെ പുറത്ത് വീണ് അവിടെ കിടന്ന് പൊടിഞ്ഞിരുന്നാൽ പലപ്പോഴും ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വാക്വം ഒക്കെ ചെയ്യുകയോ നമ്മൾ ചൂലുപയോഗിച്ച് തൂക്കുകയോ ചെയ്യുമ്പോൾ ഇതിൽ നിന്നും പൊടി പറക്കും. ഈ പൊടി പറക്കുന്ന സമയത്ത് ഈ പൊടിക്കകത്ത് വൈറസിൻ്റെ സാന്നിധ്യം കാണാനുള്ള സാധ്യതയുണ്ട്. ഈ വൈറസ് ശ്വസിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഇത് കയറാം. സാധാരണഗതിയിൽ വൈറസ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റേതൊരു വൈറസിനെയും പോലെ അത് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. 8 മുതൽ 15 ദിവസം വരെ ഇതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതായത് ഈ വൈറസ് മനുഷ്യ ശരീരത്തിൽ പെറ്റുപെരുകാനുള്ള സമയം. പെറ്റ് പെരുകി കഴിഞ്ഞാൽ ഇത് രോഗലക്ഷണങ്ങൾ കാണിക്കും. സാധാരണ വൈറസുകളെ പോലെ തന്നെ കടുത്ത പനി, ദേഹവേദന, ശക്തമായിട്ടുള്ള മസിൽ പെയിന്, തലവേദന, തൊണ്ടവേദന തുടങ്ങിയിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. 2 തരത്തിൽ ഈ വൈറസ് മനുഷ്യന് ഗുരുതരമാകാം. ഒന്ന്, ഈ വൈറസ് അവിടെ നിന്ന് നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കാം. ശ്വാസകോശത്തിനകത്ത്, പ്രത്യേകിച്ച് ഈ ചെറിയ എയർ ക്യാവിറ്റീസ് ഇല്ലേ, എയർ ക്യാവിറ്റീസിനകത്ത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ വന്നിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായി കടുത്ത ന്യൂമോണിയ ബാധയിലൂടെ ഒരു റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോയിട്ടാണ് മരണപ്പെടുന്നത്. വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് വൃക്കയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ എലിപ്പനിയെല്ലാം വരത്തില്ല, എലിപ്പനിയിൽ കാണുന്നത് പോലെ ഇത് വൃക്കകളെ പോയി ബാധിച്ചിട്ട് വൃക്കകൾ ഫെയിലറായിട്ട് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ 2 തരത്തിലാണ് ഈ
വൈറസ് മനുഷ്യ ശരീരത്തിൽ രോഗകരമാകുന്നത്. സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഇത് എലി കടിക്കുന്നതിലൂടെ പകരാനുള്ള സാധ്യത കുറവാണെങ്കിലും കാഷ്ടവുമായിട്ടൊക്കെ നേരിട്ട് കോൺടാക്റ്റ് വരുന്നവർക്ക്, പ്രത്യേകിച്ച് അടുക്കള ജോലിക്കാർ, തൂപ്പ് ജോലിക്കാർ, വൃത്തിയാക്കുന്ന ജോലിക്കാർ, ഗോഡൗണിൽ വർക്ക് ചെയ്യുന്നവർ, സാധാരണ എലിയുടെ സാന്നിധ്യം കാണുന്ന ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന വലിയ വലിയ ഗോഡൗണുകൾ, വസ്ത്ര വ്യാപാരശാലകൾ, ഗോഡൗണിൽ പല സ്റ്റോക്ക് കേന്ദ്രങ്ങൾ, അരി, ധാന്യങ്ങൾ എന്നിവ വിൽക്കുന്ന കടകൾ, പലചരക്ക് കടകൾ, ഇവിടെയൊക്കെ ഒരുപക്ഷെ ഈ വൈറസിൻ്റെ സാന്നിധ്യം കാണാം. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ചാക്കൊക്കെ എടുത്ത് മറിക്കുന്ന സമയത്ത് അവയിലുള്ള കാഷ്ടത്തിൻ്റെയും മൂത്രത്തിൻ്റെയും പൊടി പറക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പൊടി പറന്നു കഴിയുമ്പോൾ അത് ശ്വസിച്ച് കഴിഞ്ഞാലാണ് ഈ വൈറസ് വരാനുള്ള സാധ്യതയുള്ളത്. വൈറസ് മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിയിരുന്നാൽ പോലും തുടക്കത്തിലെ ലക്ഷണം കാണിക്കത്തില്ല. ഇത് പലപ്പോഴും ശ്വാസകോശത്തെയോ നമ്മുടെ വൃക്കയോ ബാധിക്കുമ്പോൾ മാത്രമാണ് ഇത് ഗുരുതരമാകുകയും മരണപ്പെടുകയും ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മരുന്നോ ചികിത്സയോ ഇതുവരെ ഇല്ല. വാക്സിനും പ്രത്യേകിച്ചൊന്നുമില്ല. രോഗലക്ഷണങ്ങളനുസരിച്ച് ചികിത്സിക്കുന്നു. ഇപ്പോൾ ശ്വാസകോശ പ്രോബ്ലം ഉണ്ടെങ്കിൽ ശ്വാസകോശം ക്ലിയർ ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുകയും നമ്മുടെ വൃക്കകൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ വൃക്കകൾ ക്ലിയർ ചെയ്ത് നിർത്താനുള്ള ചികിത്സകൾ ചെയ്യുകയുമാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏകദേശം 40 മുതൽ 50% വരെ ഈ ഹാൻഡ വൈറസിന് മരണനിരക്കുണ്ട് എന്ന് പറയുന്നത്. എന്നിരുന്നാൽ പോലും മനുഷ്യരിൽ ഇത് പടരാനുള്ള സാധ്യത വളരെ റെയറാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ക്രൂയിസ് ഷിപ്പിനകത്ത് ഇത്രയേറെ ആളുകൾ ഇടപഴകി പോകുന്ന ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലുള്ള ചെറിയൊരു ആഡംബര കപ്പലാണ് നമുക്ക് ഈ പറയുന്ന ക്രൂയിസ് ഷിപ്പ്. അതിനകത്ത് തന്നെ എല്ലാവരും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കൂടുതൽ എൻജോയ്മെൻറ്റ്, ഡാൻസ് പാർട്ടീസ് ഉണ്ട്. മനുഷ്യർ തമ്മിൽ ക്ലോസ് ആയിട്ട് ഇടപഴകാനുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഇത്രയും പേർ ഇടപഴകിയിട്ടും ഇവിടെ ഇത് പകരുന്നത് 2 മുതൽ 3 പേർക്ക് മാത്രമാണ് ഗുരുതരമായത്. ഏകദേശം 8ഓളം പേരെ മാത്രമേ ബാധിച്ചുള്ളൂ. ദാറ്റ് മീൻസ് ഇത് വളരെ പെട്ടെന്ന് മനുഷ്യരുടെ ഇടയിൽ പകരുമെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇത് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിലായതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് പകരുമെന്നോ പുറത്തേക്ക് വരുമെന്നോ പേടിക്കേണ്ട സാഹചര്യവുമില്ല. ഇത് പുതിയ അസുഖമൊന്നും അല്ല കേട്ടോ. ഏകദേശം കൊറിയൻ വാറിൻ്റെ സമയത്ത് തന്നെ ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1978 ഈ വൈറസിന് ഈ ഓർത്തോ ഹാൻഡ വൈറസ് എന്ന് പേരിട്ടത്. ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും ഇത് ലോകം മൊത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു സമയത്ത് ഇന്ത്യയിൽ വരുമെന്നോ നമ്മളെല്ലാം ബാധിക്കുമോ എന്നോ ഭയപ്പെടേണ്ട കാര്യവുമില്ല. ഈ ഹാൻഡ വൈറസ് പടർന്നു പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എലികൾ തന്നെയാണ് കാണുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എലികളിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല. ചിലപ്പോൾ കാണാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള വവ്വാലുകൾക്കകത്ത് നമുക്ക് നിപ്പ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയില്ല. അതുപോലെ ഒരുപക്ഷെ കാണാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും അവയെ പോയി ഇറിറ്റേറ്റ് ചെയ്യുകയോ അവയുടെ വാസസ്ഥലത്ത് നമ്മൾ കൂടുതൽ മനുഷ്യർ ഇടപഴകാതിരിക്കുകയോ ചെയ്യുക, ഈ എലികൾക്ക് പെറ്റുപെരുകാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്തിരുന്നാൽ തന്നെ ഇത്തരത്തിലുള്ള വൈറസുകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടുകളിൽ പടരുന്നതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ എലികളുണ്ട് എന്ന് കരുതുന്ന ഗോഡൗണുകളിലും മറ്റും നിങ്ങളിവിടെ ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ നല്ലൊരു മാസ്ക് വയ്ക്കാനായിട്ട് നോക്കുക. എങ്കിൽ ഇത് കയറാനുള്ള സാധ്യത ഗണ്യമായിട്ട് കുറയും. എലിയുടെ കാഷ്ടവും മൂത്രവും ഉള്ള സ്ഥലത്ത് നമ്മൾ ചൂലുപയോഗിച്ച് അടിച്ച് പൊടി പറത്തുന്നതിന് പകരം അവിടെ ബ്ലീച്ചിങ് പൗഡർ തളിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. എലികൾക്ക് ഈ പറ്റുപെരുകാൻ പാകത്തിനുള്ള ഭക്ഷണ ശകലങ്ങളും മറ്റും പുറത്ത് വയ്ക്കാതിരിക്കുക. ചവറുകൾക്ക് യഥാസമയം സംസ്കരിക്കുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയപ്പെടുന്ന തരത്തിൽ ഈ ഹാൻഡ വൈറസ് പടരുകയോ നമ്മുടെ നാട്ടിലേക്ക് വരികയോ ചെയ്യത്തില്ല. ഹാൻഡ വൈറസിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഞാനിവിടെ വിശദീകരിച്ചത്. ഇതെല്ലാം മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. എന്താണ് ഈ ഹാൻഡ വൈറസ് എന്നും ഇത് പടരുന്ന രീതികളും മനസ്സിലാക്കിയിരിക്കുക. അനാവശ്യമായിട്ടുള്ള ഭയത്തിൻ്റെ ആവശ്യം നിലവിലില്ല. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.